2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. 13ാം അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമം കൊച്ചിയിൽ 2026 ജനുവരി 11 നടക്കും. 13ാം അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമം കൊച്ചിയിൽ വെച്ച് 2026 ജനുവരി 11 മുതൽ 17 വരെ നടക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമാഗമം എറണാകുളം ഇൻഫന്റ് ജീസസ് പള്ളിയിൽ വെച്ച് ജനുവരി 11 തീയതി എക്യുമെനിക്കൽ പ്രാർത്ഥനയോടെ ആരംഭിക്കും. ആംഗ്ലോ ഇന്ത്യൻസ് ഇന്ത്യയിലുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അത്ര വെൽ ഓഫ് അല്ല. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിൻ്റെ പക്കലുണ്ട്. ആർട്ടിക്കിൾ 338A പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തണമെന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ദർ ഇസ് എ പ്രൊവിഷൻ ഇൻ ദാറ്റ്. 338 ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ദി ഗവൺമെൻറ് ക്യാൻ കണ്ടക്ട് എ സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് എന്നാ പറയുന്നത്. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തു സുപ്രീം കോടതിയിൽ. കേൾക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഫയൽഡ് ഇൻ 2022 ആഫ്റ്റർ ഗിവിംഗ് ലോട്ട്സ് ഓഫ് മെമ്മറാണ്ടം. ഒത്തിരി മെമ്മറാണ്ടങ്ങൾ പ്രൈം മിനിസ്റ്റർ തുടങ്ങി പ്രസിഡന്റ് എല്ലാവർക്കും കൊടുത്തു. ഒരു റിപ്ലൈ പോലും തരുന്നില്ല. ഈ അന്തർദേശീയ സമാഗമത്തോട് അനുബന്ധിച്ച് സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ, റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ്, സംഗീത സായാഹ്നങ്ങൾ, ആംഗ്ലോ ഇന്ത്യൻ ഭക്ഷ്യമേള, ഹെറിറ്റേജ് വാക്ക്, എറണാകുളം കായലിൽ ബോട്ട് യാത്ര എന്നിവയും സമാപന ദിനത്തിൽ നടക്കും. ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിലും തുടർന്ന് ഇന്ത്യൻ റെയിൽവേയുടെ നടത്തിപ്പിലും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ ഇന്ത്യയിലും വിദേശത്തേക്ക് താമസം മാറ്റിയ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും സംബന്ധിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ റെയിൽവേ ബോഗി എന്ന പ്രത്യേക പരിപാടികളും കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഈ ആംഗ്ലോ ഇന്ത്യൻ സമാഗമത്തിന്റെ പ്രത്യേകതയായിരിക്കും. അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വെച്ച് ഇത്തരം ഒരു സമാഗമം നടക്കുന്നത്. സാധാരണയായി 3 വർഷത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം യൂറോപ്പിലും അടുത്ത 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വെച്ചാണ് ഈ സമാഗമങ്ങൾ നടത്താറുള്ളത്. ഈ പ്രാവശ്യം ഈ സമാഗമം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇൻ ഇന്ത്യയാണ്. അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ ഫെഡറേഷൻ റേയും കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ സംഘടനകളുടെയും സഹകരണത്തോടു കൂടിയാണ് കൊച്ചിയിൽ അടുത്ത ഈ അന്തർദേശീയ സമാഗമം നടക്കുവാൻ പോകുന്നത്. കൊച്ചിയിലെ ഈ സമാഗമത്തിന് നേതൃത്വം നൽകുന്നത് മുൻ MP ഡോക്ടർ ചാൾസ് ഡയസും കൺവീനർ ജെയിംസ് ഗന്ധർ, ഉർസുല ഫോസ്ബറി എന്നിവർ സഹ കൺവീനർമാരുമുള്ള ഒരു കമ്മിറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.